കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള കുതിരകളി കാണാനായിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ ഒറ്റപ്പാലത്ത് ചെനിക്കത്തൂർ പൂരം കാണാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണോ? കസിൻസിൽ പലരും ഫസ്റ്റ് ടൈമാണ്. നീ ഫസ്റ്റ് ടൈമാണ്? അതെ, ഞാൻ ഫസ്റ്റ് ടൈമാണ്. നമ്മള് പാലക്കാടിന്റെ മറ്റു പൂരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ചെനക്കത്തൂർ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഈ കുതിരകളി കാണാനായി കൂടിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഒറ്റപ്പാലക്കാരുടെ ഒരു അഹങ്കാരമാണ് ഈ ചെനക്കത്തൂർ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂരത്തിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വൈബാണ്. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു വൻ കളർഫുള്ളാണ് ചെനക്കത്തൂർ പൂരം. അതെ, മാത്രമല്ല ഇപ്പോൾ ഇത്തവണ ഒരു ചെറുതായിട്ടൊരു മഴയുണ്ടായിരുന്നു. പക്ഷെ മഴയുണ്ടെങ്കിൽ പോലും തിരക്കിനൊരു കുറവില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര കാര്യം. അതുപോലത്തെ ജനങ്ങളുടെ ആ ഒരു ആവേശം എന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. മഴ അല്ല നമുക്ക് വിഷയം, അതല്ല പൂരം ഭംഗിയായിട്ട് നടക്കണം, ഉറപ്പായിട്ട് നടക്കണം. 7 ദേശങ്ങളിലായി 16 കുതിരകളാണ് ഉള്ളത്. ആ 16 കുതിരകൾ ക്ഷേത്രത്തിന് മുന്നിലായി വന്ന് 2 ചേരികളായി പിരിഞ്ഞ്, കിഴക്കേ ചേരി പടിഞ്ഞാറേ ചേരി എന്ന് പിരിഞ്ഞ് അതിനുശേഷമാണ് ദേവി ദർശനത്തിനായി അമ്പലത്തിന് മുമ്പിൽ വന്ന് കുതിര കളിക്കുന്നതും അയ്യയ്യോ എന്ന ആർപ്പുവിളിയോടുകൂടിയാണ് ഇവിടെ കുതിര കളിക്കുന്നത്. ചേട്ടാ വരുന്നായിരുന്നു സുരേഷ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഇതിനിടയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ ചേട്ടാ എന്താണ്, മഴയായിട്ടാണെങ്കിൽ നമ്മൾ ആവേശത്തിനൊരു കുറവില്ല, ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്ര മഴ വന്നാലും അടിച്ചു പൊളിച്ച് ചെനക്കത്തൂർ പൂരം ആഘോഷിക്കും. ഒരുപാട് പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഈ ഉത്സവത്തിന് വരാൻ പറ്റാതെ, ലീവ് എടുത്തിട്ടൊന്നും വരാൻ പറ്റാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കായിട്ട് പറയാണ്, അടുത്ത വർഷം ഉറപ്പായിട്ടും മുൻകൂട്ടി ലീവൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ഈ ഒരു പൂരം കാണാനായിട്ട് ഉറപ്പായിട്ടും വരുന്നത്. ആവേശത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. അപ്പോൾ ആ ആവേശത്തിൽ ഞങ്ങളും കൂടി പങ്കുചേരുകയാണ്. നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബറിനെ കൂടെ കണ്ടുപിട്ടിട്ടുണ്ട്. കാരണം നമ്മൾ മുമ്പ് തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തോൽപ്പാവക്കൂത്ത് നമുക്ക് വേണ്ടി കളിച്ച് പ്ലേ ചെയ്തിട്ടുള്ള ഒരു ആളാണ്. പേര് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സജിത്ത്. നമ്മുടെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ കാണുക, നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കാണാനും കൂടെ ഉള്ളൊരു സന്ദർഭം കൂടിയാണ് ഈ ഒരു വേലാപൂരം എന്ന് പറയുന്നത്. അതിഗംഭീരമായ കുതിരകളിക്ക് ശേഷം കാളകൾ ക്ഷേത്രമുറ്റത്തേക്ക് എത്തുന്നു. അപ്പോൾ എല്ലാവരും ആവേശത്തിലാണ്. ആ കാളകൾ വരുന്നതോടൊപ്പം തന്നെ ഓരോ ദേശത്തിൻ്റെയും കാളകളുടെ ഒരു ദേശക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. അപ്പോൾ പടിഞ്ഞാറ് ദേശത്ത് നിന്ന് ആനകൾ നേരെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് പ്രവേശനം തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള ആനകളും അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഈ 2 ദേശക്കാരുടെയും അതെ പുറമാറ്റമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആവേശം കൊള്ളിക്കുന്ന ഒരു കാഴ്ച.
അപ്പോൾ ഞങ്ങൾ ഗ്രീൻ മാംഗോ കസിൻസ് ചെനക്കത്തൂർ വന്നു. പൂരം ഗംഭീരം, അതിഗംഭീരം എന്നാണ് ഇങ്ങനെ പറയാം നമുക്ക്. അതേപോലെ തന്നെ നമ്മുടെ കുതിരകളി, വെടിക്കെട്ട് ഒക്കെ ഗംഭീരമായിരുന്നു. മാത്രമല്ല അതിന്റെ കൊട്ട്, അതും കുടമാറ്റവും അത് അതിലേറെ ഗംഭീരം. അതെ, ഒരു ആവേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ആവേശം. ഇടയിൽ ചെറുതായിട്ട് മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു പൂരത്തിന്റെ ആവേശത്തിന് ഒരു തരത്തിലുള്ള കുറവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത് ശിങ്കാരിമേളം ടീം അത് ഗംഭീരമാക്കി. അതേപോലെ മേളക്കാരായാലും അതിലും ഗംഭീരമാക്കി. മാത്രമല്ല പിന്നെ പ്രധാന സാധനം വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റില്ല. അല്ല പേടിക്കണ്ട, ഇനി കിടക്കുന്നുണ്ട്, നെന്മാറയുണ്ട്, കാവശ്ശേരി ഉണ്ട്, പുറകിൽ പൂരങ്ങൾ നമ്മളെ ഒരുപാടുണ്ട്. അപ്പൊ അതിന്റെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.